യുവർ ഓണർ, ഈ കേസിന്റെ അന്വേഷണ ചുമതല ബഹുമാനപ്പെട്ട കോടതി തന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതാണ്. കേസിൽ പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അവരുടെ തന്നെ സഹപാഠികളായ 4 പേരാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തതാണ്. ആ 4 യുവാക്കളെ, അല്ല 4 യുവ കൊലയാളികളെ ഈ കോടതിയുടെ മുന്നിൽ ഹാജരാക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്. യുവർ ഓണർ, പ്രതികൾക്ക് പെൺകുട്ടിയോട് തോന്നിയ പ്രണയവും മറ്റു തരത്തിലുള്ള വഴിവിട്ട ആഗ്രഹങ്ങളും അതിന്മേലുള്ള തർക്കങ്ങളുമാണ് ഇവരെ ഈ ക്രൂര കൃത്യത്തിലേക്ക് എത്തിച്ചത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആൻഡ് എബവ് ഓൾ, ഈ കേസിൽ ഒരു സാക്ഷിമൊഴി കൂടിയുണ്ട്, an eyewitness. ഈ 4 പേര് ചേർന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നത് കണ്ട ഒരു 17-കാരൻ. 7 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 7/6/2017 അവൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഈ 4 പേരെ കുറിച്ചുള്ള സകല വിവരങ്ങളും മൊഴി കൊടുക്കുകയും ചെയ്തു. ഐ എം ഹിയർ ബൈ സബ്മിറ്റിംഗ് ദ സെയിം. ഈ പ്രതികൾക്ക് സമൂഹത്തെയും നീതിന്യായ വ്യവസ്ഥകളെയും വെല്ലുവിളിക്കുന്ന ക്രൂരമായ കൊലപാതക പ്രവണതയുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് അരങ്ങേറിയത്. യുവർ ഓണർ, മൊഴി നൽകിയതിന്റെ പേരിൽ പോലീസ് തങ്ങളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ ഇവർ വളരെ മൃഗീയമായി ആ 17-കാരനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. മാത്രമല്ല, കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം തിയേറ്ററിന്റെ പുറത്തു വച്ചവനെ മാരകമായി മർദ്ദിക്കുന്നത് കണ്ടവരുണ്ട്. യു മേ കൈൻഡ്ലി വെരിഫൈ ദ മൊബൈൽ ഫുട്ടേജ്. ഈ സംഭവത്തിന് ശേഷം പിന്നെ ലോകം കാണുന്നത് ആ ചെറുപ്പക്കാരന്റെ ചേതനയേറ്റ ശരീരമാണ്. ഒരു കുറ്റം മറച്ചുവെക്കാൻ മറ്റൊന്ന്, അത് മറച്ചുവെക്കാൻ വേറൊന്ന്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരകൃത്യം ചെയ്ത ഈ 4 കൊലയാളികളെയും ഗൂഢാലോചന, സംഘം ചേരൽ, റേപ്പ് ആൻഡ് മർഡർ എന്നിവയിൽപ്പെടുത്തി IPC 107, 120B, 302 and 376 വകുപ്പുകൾ ചാർത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. That's all, Your Honor. I have a simple submission before the honorable court. ബഹുമാനപ്പെട്ട കോടതി, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ പ്രകാരം അഡീഷണൽ പ്രതിയായി പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആ 4 പേർക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ PW6 ഗവൺമെന്റ് സർജനെ വിസ്തരിക്കണം. പ്രൊസീഡ്. താങ്കളാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് അല്ലേ? അതെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പീഡന ശ്രമവും തലക്കടി കൊണ്ടതുമാണ് മരണകാരണമെന്ന്. യെസ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ കൂടി. നമ്മുടെ ഈ വിക്ടിം മരിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപ് അബോർഷൻ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി എ സർജിക്കൽ അബോർഷൻ അല്ലേ? യെസ്, എക്സാക്ട്ലി. ഡോക്ടർ പ്രസാദ്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ താങ്കൾ ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS MD പാസ്സായത്? വാട്ട് യുവർ ഓണർ, ഹി ഈസ് ട്രൈയിങ് ടു. ആൺസ്പർശമില്ലാതെ ദിവ്യഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയത്തിന് പോലും ഒരു ഗർഭപാത്രം ഇല്ലാതിരുന്നതായി എങ്ങും പറയുന്നില്ല. പക്ഷേ ഈ നിൽക്കുന്ന ഗവൺമെന്റ് സർജന് അതിനേക്കാൾ ദിവ്യമായി ഗർഭം ധരിപ്പിക്കാനും അത് അബോർട്ട് ചെയ്യിപ്പിക്കാനും റിപ്പോർട്ടുകളിലൂടെ കഴിയും. സംഭവം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പുള്ള ഈ വെരിഫൈഡ് റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടിക്ക് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നുവെന്നും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെ സെർവിക്സും യൂട്രസും സർജിക്കലി റിമൂവ് ചെയ്തതിന്റെ റിപ്പോർട്ടാണത്. ഡേറ്റഡ് 14/8/2016. അതിന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? ചെറിയ സർജറി അല്ലേ? Hereby submitting the report.
ഗർഭപാത്രമില്ലാത്തൊരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്നത് അത്ഭുതം. അതേ ഗർഭത്തെ അബോർട്ട് ചെയ്യുക എന്നത് മഹാത്ഭുതം. ഇത്തരം അത്ഭുതങ്ങൾ നടത്തുന്ന ഇവനെ പോലുള്ളവരെ ഡോക്ടർ നല്ല യൂറോണർ വിളിക്കേണ്ടത്. ബിക്കോസ് he is a technically qualified government certified medical criminal. Objection, Your Honor. Yes, you will object. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ബിക്കോസ് യു ആർ an advocate of lies. അഡ്വക്കേറ്റ് മുകുന്ദൻ, ഇത് കോടതിയാണ്. ഇവിടെ നിങ്ങൾ മാത്രം വാദം ഉയർത്തിയാൽ പോരാ. സത്യം എന്താണെന്ന് നിങ്ങളല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ് പറയേണ്ടത്. മിസ്റ്റർ കാളൂർ, നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരാം. യു മേ കണ്ടിന്യൂ. കൊല്ലപ്പെട്ട ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യണം. പ്രൊസീഡ്. ഇല്ലാത്ത സാക്ഷിയുടെ പറയാത്ത മൊഴി, അതിനൊന്നും ചോദിക്കേണ്ടതില്ല. എങ്കിലും ഒരു ചോദ്യം. ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പയ്യൻ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മൊഴിയായി സ്വീകരിച്ചത്? അന്നേ ദിവസത്തെ അവന്റെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നും ആ പെൺകുട്ടിയുടെ റേപ്പ് ആൻഡ് മർഡർ അറ്റംപ്റ്റ് നടന്നിരുന്ന സ്പോട്ടിൽ അവനുള്ളതായി ഞങ്ങൾ സ്ഥിരീകരിച്ചു. അത്രേ ഉള്ളൂ. എത്ര എളുപ്പത്തിൽ ടവർ ലൊക്കേഷൻ കിട്ടി അല്ലേ? അങ്ങനെ അവൻ ദൃക്സാക്ഷിയായി. സാക്ഷി, വിറ്റ്നസ്. A witness has to be genuine, trustworthy, and above all, he or she should have an ethical code of conduct. 2 juvenile court കേസുകൾ, അതിൽ 2 attempt to molest a woman. ഈ ചെറുപ്രായത്തിൽ തന്നെ 3 സ്കൂളുകളിൽ നിന്നും ഡിസ്മിഷൻ, 4 അടിപിടി കേസുകൾ. ഇതാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ the most elegant, most believable, most trustworthy witness in the profile. പ്രോസിക്യൂഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇത്രയും സൽസ്വഭാവിയായ ഒരു ദൈവപുത്രൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സാക്ഷി, അല്ലെങ്കിൽ അവനാണ് എല്ലാത്തിനും സാക്ഷിയായ പ്രതി. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഡിഫൻസ് സാക്ഷിയെ പ്രതിയായി ചിത്രീകരിച്ച് കേസിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാക്ഷിയുടെ പാസ് റെക്കോർഡ്സ് നോക്കിയിട്ടല്ല മൊഴി രേഖപ്പെടുത്തണോ വേണ്ടോ തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ പ്രൂഫ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൂഫ് ഹാസ് ബീൻ സബ്മിറ്റഡ് ബിഫോർ ദ ഓണറബിൾ കോർട്ട്. പിന്നെ മുൻകാല ജീവചരിത്രം നോക്കിയാണ് മൊഴി രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെ മരിച്ചുപോയ പെൺകുട്ടിയുടെ മുൻകാല ചരിത്രം ഒരു വട്ടം ചർച്ച ചെയ്ത് എല്ലാവരും ഓർത്തെടുത്താൽ നന്നായിരിക്കും. യു ക്യാൻ ചെക്ക് ദ റെക്കോർഡ്സ്, അഡ്വക്കേറ്റ് മുകുന്ദൻ. നടു റോഡിൽ പാതിരാത്രിക്ക് പല പുരുഷന്മാരുമായി മാറി മാറി ചുംബിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തത് സർവീസിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അഡ്വക്കേറ്റ് 3 സാക്ഷിയായിട്ട് ഇനി അതും പോരാതെ വരുവാവോ? പോലീസ് ഉദ്യോഗസ്ഥർ മതി. അത് കാളൂരിന്റെ സാക്ഷികളാവുമ്പോൾ ധാരാളം. പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ആ പോലീസുകാരെ വിസ്തരിക്കണം.